ആലപ്പുഴയിൽ സ്ത്രീയെ കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം. കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയാണ് കൊന്നു കുഴിച്ചുമൂടിയതായി സംശയം ഉയരുന്നത്. കഴിഞ്ഞ 6-ാം തീയതി മുതൽ വിജയലക്ഷ്മിയെ കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായിരുന്നു. രാവിലെ 10 മണിയോടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് പോലീസ് സംഘമെത്തി പെൺകുട്ടിയെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന പ്രദേശത്ത് മൃതദേഹത്തിനായി തിരച്ചിൽ നടത്തും. വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഈ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പോലീസ് സംഘം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ വിജയലക്ഷ്മി ആണ് എന്ന കാര്യത്തിൽ സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന മറ്റു വിവരങ്ങൾ? പെൺകുട്ടിയെ കരുനാഗപ്പള്ളിയിൽ നിന്നും കാണാതാകുന്നത് അന്ന് കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ ഈ പെൺകുട്ടിയെ മാൻ മിസ്സിങ്ങിന് കേസ് എടുത്തിരുന്നു. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് അമ്പലപ്പുഴയ്ക്ക് സമീപം കരൂരുള്ള ഒരു യുവാവുമായിട്ട് 42 വയസ്സ് ഉള്ള പ്രായമുള്ള ജയചന്ദ്രൻ എന്ന യുവാവുമായിട്ട് ഈ പെൺകുട്ടി അടുപ്പമായിരുന്നു എന്ന് നാട്ടുകാരിൽ നിന്നും അറിയാൻ സാധിച്ചത്. ഈ പെൺകുട്ടിക്ക് അവിടെ ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. തീരദേശ മേഖലയാണ്. ഇയാൾ ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന ആള് മത്സ്യത്തൊഴിലാളിയാണ്. ഈ പെൺകുട്ടി പലതവണ അമ്പലപ്പുഴ വന്നിട്ടുണ്ട് എന്നാണ് പോലീസിൽ ലഭിക്കുന്ന വിവരം. അതിന്റെ ഇടയിൽ ഒരു ദിവസം ഈ പെൺകുട്ടിക്ക് എന്തോ സാമ്പത്തിക തർക്കമുണ്ടായി കൊലപ്പെടുത്തി എന്നുള്ള ഒരു വിവരമാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ജയചന്ദ്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലിനിടയിൽ പൂർണ്ണമായിട്ടും പോലീസിനോട് സഹകരിച്ചില്ല എങ്കിലും പോലീസിന് ചില സൂചനകളൊക്കെ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ജയചന്ദ്രൻ താമസിക്കുന്ന കരൂർ ഭാഗത്തൊക്കെ തന്നെ പരിശോധനകൾ നടത്തി. അങ്ങനെ നടത്തിയ പരിശോധനയിൽ ആ പ്രദേശത്ത് പെൺകുട്ടിയെ മറവ് ചെയ്തിട്ടുണ്ടാകാം, കൊലപ്പെടുത്തി മറവ് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. അത്തരത്തിൽ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പോലീസ് സംഘം അല്പസമയത്തിനകം കരൂരിൽ എത്തുകയും അതിനുശേഷം ഈ പെൺകുട്ടിയെ മറവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന സ്ഥലത്ത് പരിശോധന നടത്തുകയും ചെയ്യുക. എന്തായാലും പെൺകുട്ടിയെ കൊലപ്പെടുത്തി മറവ് ചെയ്തു എന്നുള്ള ഒരു വിലയിരുത്തലിൽ തന്നെയാണ് പോലീസ് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തിയാൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ഷാജഹാൻ, ഈ വിജയലക്ഷ്മിയും ജയചന്ദ്രനും തമ്മിൽ അടുപ്പവുമായിരുന്നു, ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു. എത്ര രൂപ ഈ ഷാജഹാൻ ഈ വിജയലക്ഷ്മിയുടെ നിന്ന് പണം കടം വാങ്ങിച്ചോ, അങ്ങനെ പല വിവരങ്ങളും പോലീസ് നൽകുന്നുണ്ടോ? അത്രത്തോളം പൂർണ്ണമായിട്ടും വിവരങ്ങളൊന്നും തന്നെ പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമായിരുന്നില്ല. കാരണം ഈ കേസ് വളരെ അതീവ രഹസ്യമായിട്ട് തന്നെയാണ് പോലീസ് കൈകാര്യം ചെയ്തത്. പക്ഷെ നമുക്ക് ചില സോഴ്സുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം അറിയാൻ സാധിച്ചത്. അതിനുശേഷം കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ അവർ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് കരുനാഗപ്പള്ളി പോലീസിന് അറിയില്ല. പക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ പോലീസ് കസ്റ്റഡിയെടുത്തിരിക്കുന്ന ജയചന്ദ്രനിൽ നിന്നും ചില വിവരങ്ങൾ അമ്പലപ്പുഴ സ്റ്റേഷനിൽ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സാധ്യതയിലേക്ക് പോകുന്നത്. ഇങ്ങനെ ഒരു വിവരം കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്നും, കാരണം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കരുനാഗപ്പള്ളിയാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പോലീസ് സംഘം അമ്പലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം അവർ സംഭവ സ്ഥലത്തെത്തുകയും ഇവിടെ പരിശോധനകൾ നടത്തുകയും ചെയ്യും. സാമ്പത്തിക ഇടപാടുകളാവാം ഇതിന് പിന്നിലെന്ന് തന്നെയാണ് സൂചന. പക്ഷെ അത് ഏത് തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമല്ല. ഈ കഴിഞ്ഞ 6-ാം തീയതിയാണ് വിജയലക്ഷ്മിയെ കാണാതായത്. അന്നു മുതൽ തന്നെ കരുനാഗപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് ഈ യുവതിയെ കൊന്നു കുഴിച്ചുമൂടി എന്നുള്ള വാർത്ത, ആ വിവരം ലഭിക്കുന്നത് അമ്പലപ്പുഴ പോലീസിനുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ പോലീസ് കരുനാഗപ്പള്ളിയിലേക്ക് ഈ വിവരം കൈമാറുകയായിരുന്നു. ഇത് തന്നെയാണ്, യുവതി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വന്നിട്ടുണ്ടോ നിലവിൽ? തീർച്ചയായിട്ടും വിജയലക്ഷ്മി എന്ന് പറയുന്ന ഈ സ്ത്രീ തന്നെയാണ് കൊല ചെയ്യപ്പെട്ടിരിക്കാൻ സാധ്യത എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. എന്തായാലും അവരെ കുറച്ച് ദിവസമായിട്ട് വല്ല ബന്ധുക്കളോ മറ്റോ എവിടെയും അവരെ കുറിച്ച് യാതൊരു വിവരവുമില്ല. ഒരു സാധാരണ നാട്ടിലുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അമ്പലപ്പുഴയിൽ വന്നു പോയതിന്റെ സൂചനകളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് മടങ്ങിപ്പോയതായിട്ടുള്ള വിവരം ലഭ്യമല്ല. അങ്ങനെ വന്നപ്പോഴാണ് പോലീസിന് ഇങ്ങനെ ഒരു സംശയം വരികയും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ജയചന്ദ്രനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ജയചന്ദ്രനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നും പൂർണ്ണമായിട്ടും വിവരങ്ങൾ ലഭിച്ചില്ല എങ്കിലും ഇങ്ങനെ ചില സൂചനകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇങ്ങനെ ഒരു ദൗത്യവുമായിട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ അമ്പലപ്പുഴയിൽ ഈ 6-ാം തീയതിക്ക് ശേഷം ഈ വിജയലക്ഷ്മി അവിടെ എത്തി എന്നുള്ള കാര്യത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. കാരണം മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീ ആയിരിക്കാം, അത് സംബന്ധിച്ച ടവർ ലൊക്കേഷനൊക്കെ ലഭിച്ചിട്ടുണ്ടാകാം. ഏതായാലും ആ 6-ാം തീയതി തന്നെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചെങ്കിലും പക്ഷേ ഈ ഇത്രയും ദിവസത്തിനിടയ്ക്ക്, കാരണം ഇത് ഇവരെ എങ്ങോട്ട് പോയി എന്നുള്ള സംബന്ധിച്ച് സൂചന ഇല്ലായിരുന്നു. പക്ഷേ ജയചന്ദ്രനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് പോലീസ്, അമ്പലപ്പുഴ പോലീസ്? കാരണം കരുനാഗപ്പള്ളിയിൽ നിന്ന് സ്ത്രീയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഈ പെൺകുട്ടിക്ക് ഒരു യുവാവുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഒരു അടുപ്പത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ജയചന്ദ്രനാണെന്ന് മനസ്സിലായി. ജയചന്ദ്രൻ മത്സ്യത്തൊഴിലാളിയാണ്. അമ്പലപ്പുഴ കരൂറിന് സമീപമാണ് താമസം. അങ്ങനെയാണ് പോലീസ് ഇവിടെ എത്തിച്ചേരുകയും ഇയാൾ കൊലപ്പെടുത്തിയതാകാം എന്നൊരു സൂചന ലഭിക്കുകയും ആ വിവരം കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ നിന്നും
അമ്പലപ്പുഴ സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. അമ്പലപ്പുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് ജയചന്ദ്രനെ കസ്റ്റഡിയിലെടുക്കുകയും അയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തത്. പക്ഷേ ഈ പെൺകുട്ടി നിലവിൽ ഈ യുവതി ഇപ്പോൾ കാണുവാനില്ല. കാര്യം 6-ാം തീയതിക്ക് ശേഷം ഈ പെൺകുട്ടി എവിടെയാണ് എന്നത് സംബന്ധിച്ച് വിവരമില്ല. ഇയാളെ ചോദ്യം ചെയ്തതിൽ ചില സംശയങ്ങളൊക്കെ തന്നെ അമ്പലപ്പുഴ പോലീസിന് ലഭിച്ചു. കൊന്നു കുഴിച്ചുമൂടി എന്നുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ മൃതദേഹം ഇനി റിക്കവർ ചെയ്താൽ മാത്രമേ ഇത് സംബന്ധിച്ച് പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. ഇവർ തമ്മിൽ ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവം എന്താണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും വ്യക്തമായ ധാരണ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. പോലീസിന് ഇക്കാര്യമൊക്കെ അറിയാമെങ്കിലും ഇത് സംബന്ധിച്ചൊരു വ്യക്തത ഇനിയും പോലീസിന് മാധ്യമങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. പോലീസ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അതീവ രഹസ്യമായിട്ട് ഈ മൃതദേഹം ഇവിടെ നിന്നും കുഴിച്ചെടുക്കുന്നതിന്, ഇവിടെ മറവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴിച്ചെടുക്കുന്നതിനുള്ള നടപടികളുമായിട്ട് മുൻപോട്ട് പോകുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ തന്നെ അതീവ രഹസ്യമായിട്ടാണ് നമുക്ക് ശരി ഷാജഹാൻ.